കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്നു മുതൽ ആരംഭിക്കും. 15 സംസ്ഥാനങ്ങളിലൂടെയും 100 ലോക്സഭാ സീറ്റുകളിലൂടെയും സഞ്ചരിക്കുന്ന യാത്രയ്ക്ക് ഇന്ന് മണിപ്പൂരിലെ തൗബാലിൽ വെച്ചാണ് ആരംഭം കുറിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ പാർട്ടിയുടെ നിലപാടുകൾ വ്യക്തമാക്കാനും തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് നേരിട്ടിറങ്ങാനുമുള്ള കോൺഗ്രസിന്റെ ശ്രമമായാണ് ഈ കാൽനട ജാഥ വിലയിരുത്തപ്പെടുന്നത്. രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര പ്രത്യയശാസ്ത്രപരമാണെന്നും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ളതാണെന്നും വാദിച്ച കോൺഗ്രസ് 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെയാണ് തങ്ങൾ നിലകൊള്ളുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട്. 67 ദിവസങ്ങളിലായി 110 ജില്ലകളിലൂടെ 6700 കിലോമീറ്ററുകൾ താണ്ടാനാണ് രാഹുൽ ഗാന്ധി ഒരുങ്ങുന്നത്. യാത്ര വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആരംഭിച്ച് വടക്കും മധ്യഭാഗത്തും കടന്ന് മാർച്ച് 20-ന് മുംബൈയിൽ സമാപിക്കും. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കാലമാവുകയും ഇത് ജാഥയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുമെന്നുമാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിലായിരിക്കും ജാഥ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുക. 11 ദിവസത്തിനുള്ളിൽ 20 ജില്ലകളിലായി 1074 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ സഞ്ചരിക്കുക. തുടർന്ന് ജാർഖണ്ഡിൽ 8 ദിവസം, അസമിലും 8, മധ്യപ്രദേശിൽ 7 ദിവസം എന്നിങ്ങനെയാവും ഓരോ സംസ്ഥാനങ്ങളിലെയും കണക്കുകൾ. യുപിയിൽ ഏറ്റവും അധികം സ്വാധീനമുണ്ടായിരുന്ന പാർട്ടിയായ കോൺഗ്രസിന് ഇപ്പോൾ അവിടെ നല്ല കാലമല്ല. കേവലം ഒരു MP മാത്രമാണ് അവിടെ അവർക്കുള്ളത്. മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി മാത്രമാണത്. റായ്ബറേലി മണ്ഡലത്തിൽ നിന്നാണ് സോണിയാഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ടത്. പാരമ്പര്യ മണ്ഡലമായ അമേഠിയിൽ രാഹുലിന് ഉൾപ്പെടെ തോൽവി നേരിടേണ്ടി വന്നത് കോൺഗ്രസിനുണ്ടാക്കിയ ക്ഷീണം ചെറുതൊന്നുമല്ല. അതേസമയം രാഹുലിന്റെ പദയാത്ര 6713 കിലോമീറ്റർ ദൂരമാണ് മൊത്തം സഞ്ചരിക്കുക. കൂടുതലും ബസ്സുകളിലും കാൽനടയായുമായിരിക്കും യാത്ര മുന്നോട്ട് നീങ്ങുക. ഇത് 100 ലോക്സഭാ സീറ്റുകളും 337 നിയമസഭാ മണ്ഡലങ്ങളും കയറി ഇറങ്ങുമെന്നാണ് കരുതപ്പെടുന്നത്. സംഘർഷബാധിത സംസ്ഥാനമായ മണിപ്പൂരിൽ നിന്ന് തന്നെ യാത്ര ആരംഭിക്കുന്നത് കോൺഗ്രസിന്റെ മറ്റൊരു രാഷ്ട്രീയ മുന്നറിയിപ്പാണെന്ന് വിലയിരുത്തലുണ്ട്. അതേസമയം നീതി കിട്ടും വരെ എന്നാണ് യാത്രയുടെ മുദ്രാവാക്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലയളവായതിനാൽ കോൺഗ്രസ് പ്രതിപക്ഷ നിരയിലെ പ്രമുഖ നേതാക്കളെയെല്ലാം യാത്രയുടെ ഭാഗമാക്കാൻ ശ്രമിക്കും. 2022 സെപ്റ്റംബർ 7-നായിരുന്നു ഭാരത് ജോഡോ യാത്രയുടെ ആദ്യഘട്ടം ആരംഭിച്ചത്. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്നായിരുന്നു തുടക്കം. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലാണ് ആ യാത്ര അവസാനിച്ചത്. 4080 കിലോമീറ്ററാണ് യാത്രയുടെ ഭാഗമായി രാഹുൽ അടക്കമുള്ളവർ താണ്ടിയത്. 12 സംസ്ഥാനങ്ങളിലായി 75 ജില്ലകളിലൂടെയാണ് ആ യാത്ര അന്ന് കടന്നുപോയത്. 126 ദിവസം യാത്രയ്ക്കായി എടുത്തിരുന്നു. രാജ്യത്തെ BJPയുടെ ഭിന്നിപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് മോചിപ്പിച്ച് ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യാത്ര ആരംഭിച്ചത്. തൊഴിലില്ലായ്മ, തുല്യതയില്ലായ്മ എന്നിവയും ഈ യാത്രയിൽ കാര്യമായി ഉന്നയിക്കപ്പെട്ടിരുന്നു.